വെൽക്കം മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ഉണക്കച്ചെമ്മീൻ മാങ്ങാക്കറി തേങ്ങ അരച്ച് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇതിനെ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്, കഴുകി നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വറന്ന് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ തലയും വാലൊക്കെ എന്നിട്ട് ക്ലീൻ ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി മാങ്ങ വേവിക്കാനായിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകിയ ഒരു മാങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള മാങ്ങയായതുകൊണ്ട് പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. വേവിച്ചതിലേക്ക് ഇനി അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു തേങ്ങയും ഒരു കഷ്ണം ഇഞ്ചിയും കാശ്മീരിയും സാദാ മുളക് പൊടിയൊക്കെ ചേർത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് തളിച്ചും കൂടെ എടുത്താൽ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ ഉള്ളിയും കൂടി ചേർത്താണ് ഞാൻ താളിച്ചിട്ടേക്കണത്. അപ്പം കുറച്ച് നേരം അടച്ച് വയ്ക്കാം. പിന്നെ ഉണ്ണാറാകുമ്പോഴത്തേക്ക് നമുക്കിത് മൂടി തുറന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ മാങ്ങാക്കറി റെഡിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട. ഇത് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീണ്ടും കാണാം. ബൈ.